യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച തെറ്റിപ്പിരിഞ്ഞതോടെ അമേരിക്കയുമായുള്ള യൂറോപ്പിന്റെ ബന്ധം മെച്ചപ്പെടുത്താൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സംഭവത്തിനോട് പ്രതികരിക്കാതെയിരിക്കുമ്പോൾ യൂറോപ്പ് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് സ്റ്റാർമർ ഇന്നലെ പറഞ്ഞത്. ലോകം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്ന് സൂചിപ്പിച്ച സ്റ്റാർമർ അമേരിക്കയ്ക്ക് കൂടി സമ്മതമാകുന്ന തരത്തിലുള്ള ഒരു നീക്കം രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നലെ ലണ്ടനിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷമായിരുന്നു സർ കീർ സ്റ്റാർമറുടെ പ്രസ്താവന പുറത്തുവന്നത്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള കണ്ണി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്റ്റാർമർ പറഞ്ഞത് ഇപ്പോഴും അമേരിക്ക വിശ്വസിക്കാവുന്ന ഒരു സഖ്യകക്ഷി തന്നെയാണെന്ന് കരുതുന്നു എന്നാണ്. സ്ഥിരതയാർന്ന സമാധാനം ആവശ്യമാണ് എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമായി യോജിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റാർമർ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അത് യാഥാർത്ഥ്യമാക്കണം എന്നും പറഞ്ഞു. ഇത് സംബന്ധിച്ച ഏതൊരു നടപടിക്കും അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് പറഞ്ഞ സ്റ്റാർമർ ഓരോ രാജ്യവും തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇതിനായി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയിൽ ഓവൽ ഹൌസിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളുടെ വെളിച്ചത്തിൽ മണിക്കൂറുകളോളമായിരുന്നു യൂറോപ്യൻ നേതാക്കൾ അതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നതിനായി ചർച്ചകളിൽ ഏർപ്പെട്ടത്. ലങ്കാസ്റ്റർ ഹൌസിന്റെ പടവുകളിൽ വെച്ച് തന്നെ സെലൻസ്കിയെ ആലിംഗനത്തോടെ സ്വീകരിച്ച സ്റ്റാർമർ തങ്ങൾ എല്ലാവരും സെലൻസ്കിക്കൊപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന നീക്കങ്ങൾക്കായി തയ്യാറെടുക്കണമെന്ന് സ്റ്റാർമർ മറ്റ് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരോടും ആവശ്യപ്പെട്ടു. റഷ്യയുമായി സമാധാന കരാറിലെത്തുവാനുള്ള മുൻകൈയെടുക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും മുൻകൈയെടുക്കാൻ തയ്യാറായ യോഗത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോണി എന്നിവരും പങ്കെടുത്തിരുന്നു. ആവശ്യമെങ്കിൽ സൈനിക സഹായം നൽകാനും ബ്രിട്ടനും ഫ്രാൻസും സന്നദ്ധത പ്രകടിപ്പിച്ചു. എന്നാൽ സമാധാനം നിലവിൽ വരുന്നതിന് പ്രായോഗിക തടസ്സങ്ങൾ ഏറെയാണ്. ഒന്നാമതായി, യുക്രൈനുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് റഷ്യ ഇനിയും തയ്യാറായിട്ടില്ല. രണ്ടാമതായി, റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ശ്രമത്തെ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും എതിർക്കുകയാണ്. ട്രംപും സെലൻസ്കിയും തമ്മിൽ ക്യാമറയ്ക്ക് മുന്നിൽ നടത്തിയ വാക്പോരിന് മുൻപേ തന്നെ സംഘടിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗം. ബ്രിട്ടനിലെത്തിയ സെലൻസ്കി ചാൾസ് മൂന്നാമൻ രാജാവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു ഹെലികോപ്റ്ററിൽ സാൻഡ്രിംഗ്ഹാമിൽ എത്തിയായിരുന്നു സെലൻസ്കി രാജാവിനെ സന്ദർശിച്ചത്. എസ്റ്റേറ്റിന് ചുറ്റും കൂടിയ പ്രദേശവാസികൾ യുക്രൈൻ പതാക ഉയർത്തിയാണ് സെലൻസ്കിയെ സ്വാഗതം ചെയ്തത്. ഏകദേശം 1 മണിക്കൂറോളം രാജാവുമൊത്ത് ചെലവഴിച്ചാണ് സെലൻസ്കി മടങ്ങിയത്. ലണ്ടനിൽ നടന്ന ഉച്ചകോടി യുക്രൈന്റെയും യൂറോപ്പിന്റെയും ഭാവിയെ സംബന്ധിക്കുന്നതാണെന്ന് യോഗത്തിനു ശേഷം സെലൻസ്കി എക്സിൽ കുറിച്ചു. യുക്രൈന് കൂടുതൽ പിന്തുണ ലഭിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. അടുത്തുതന്നെ കൂടുതൽ യോഗങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം യൂറോപ്പിൽ സമാധാനം പുലരണം എന്ന് തന്നെയാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്ന് കീർ സ്റ്റാർമറും വ്യക്തമാക്കി. റഷ്യയുമായി ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു അദ്ദേഹം. റഷ്യൻ യുക്രൈൻ യുദ്ധം യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റാർമർ അതുവഴി ഊർജ്ജ ബിൽ വർദ്ധിച്ചതിനിടെ ബ്രിട്ടനിലെ തൊഴിലാളി വർഗവും ഏറെ ക്ലേശിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ബ്രിട്ടൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സാമ്പത്തിക അസ്ഥിരത അനുഭവപ്പെടുകയും ചെയ്തു. ബ്രിട്ടന്റെ സുരക്ഷയും യൂറോപ്പിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും സ്റ്റാർമർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ സമാധാനം പുലരേണ്ടത് അത്യാവശ്യമാണ്.